നമസ്കാരം, ഞാൻ മണിത്താമര. നാടും നാട്ടുവഴികളും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ലോകം മുഴുവനും ഓർക്കുന്നൊരു ദിവസമാണ് ചാച്ചാജിയുടെ ജന്മദിനമാണ്. എനിക്ക് എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം അയലൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തേക്കാണ്. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു ചെറിയ സ്കൂളിൻ്റെ അവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടെന്ന്. അതിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. ആത്മധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളൊരു പരിപാടിക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. എന്നെ അവർ അവിടെ ഒരു വിശിഷ്ട അതിഥിയായിട്ട് ഇന്ന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അവിടേക്ക് പോയിട്ടുള്ള വിശേഷങ്ങൾക്ക് നമുക്ക് കടക്കാം. നമ്മൾ കുറേ കാര്യങ്ങൾ അറിയാനുണ്ടെന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം കുറേ ബുക്സ് വായിക്കുക, പിന്നെ മക്കളുടെ ഒപ്പം ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് മറ്റേ നമ്മുടെ സുകുമാർ അഴീക്കോട് സാറിൻ്റെ കവിതകൾ വായിച്ചപ്പോൾ ഒരു ശീലം ഉള്ളത് നമുക്ക് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇപ്പോഴാണ് ഇതൊക്കെ സമയം കിട്ടുന്നതും ഇതൊക്കെ പഠിക്കേണ്ട ചിന്ത വന്നത് ഇപ്പോഴാണ് സത്യമായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, മക്കൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു അന്തവുമില്ല. ഇപ്പോൾ നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തിയിട്ടൊക്കെ ചിലവാക്കുകയാണ്. ഞാൻ കുറേ ബുക്ക് വായിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് കുറേ കളക്ട് ചെയ്യാനുണ്ട്, കുറേ ബുക്കും ഇനിയും കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ട് നമുക്ക് കുറേ, കാരണം നമ്മളാകെ കുറേ കാലം കൂടി ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല ബുദ്ധിയും വിവരമുള്ളവരൊക്കെ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും കുറച്ചൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമവും കൂടെ ഞാൻ നടത്തുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അതിലെ സായി നാരായൺജിനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമസ്കാരം. ഇന്ന് ഞാൻ ആത്മധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ, പേര് സ്വാമി സായി നാരായൺജി. ഇന്ന് നവംബർ 14 ഭാരതമാകെ നമ്മളുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ചാച്ചാജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ട്രസ്റ്റ് ഇവിടെ ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് അവരുടെ ജനറൽ നോളേജ് ഒന്ന് ഉയർത്താനും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കാനും കുറേ അറിവുകൾ നേടാനും അതിനെല്ലാം ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്വിസ് ആണ് ഇവിടെ നടത്തുന്നത്. ആ ക്വിസ് മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ ആദരണീയം എന്നൊരു ചടങ്ങുന്നുണ്ട്. അപ്പോൾ ക്വിസ് മത്സരത്തിലും ആദരണീയം ചടങ്ങിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തും എൻ്റെ പഴയകാല സുഹൃത്തും ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന, ആരാധിക്കുന്നതെന്ന് പറയാം, അത്രയും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ശ്രീ മണിത്താമര അദ്ദേഹം ഇവിടെ സന്നിധനായിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, ലോകം മുഴുവൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതിലുപരി നമ്മുടെ അന്തരിച്ച പ്രശസ്ത സിനിമ നടനും നാടൻപാട്ടിൻ്റെ ഉപജ്ഞാതാവുമായിട്ടുള്ള ശ്രീ കലാഭവൻ മണിക്ക് അന്ന് കാലത്ത് പാട്ടുകളൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ്. പക്ഷേ ഇതുകാലവും അദ്ദേഹം പുറം ലോകമായിട്ട് കൂടുതലായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല, ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. പിന്നെ ഭഗവാന്റെ നിശ്ചയം പ്രകാരം ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും ആ കർമ്മത്തിന് ഒരു ഗുണകരമായ ഒരു കാര്യം പിന്നീട് ലഭിക്കുമല്ലോ. അതുപോലെ അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറിയിരിക്കുന്നു. വളരെ സന്തോഷം. എൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം, മേലാർകോട് എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളും മക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ സന്നിധനായിട്ടുണ്ട്. വളരെ സന്തോഷം. അതിനുശേഷം ഇവിടെ ഒരു ആദരണീയം എന്നൊരു ചടങ്ങ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് ട്രസ്റ്റ്. അതായത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കലാകാരന്മാർക്ക് ഒരു കണ്ണിയാർ കളിയോടനുബന്ധിച്ച് ഇപ്രാവശ്യത്തെ സിനിമ അവാർഡിൽ ജൂറിയുടെ ഒരു പരാമർശം കിട്ടിയിട്ടുള്ള ഒരു കണ്ണിയാർ കളി കലാകാരൻ, അദ്ദേഹം അതിൻ്റെ ഒരു പാട്ട് പോലും അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ വെച്ച് ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അന്യം നിന്ന് പോയിട്ടുള്ള പൊറാട്ട് നാടകം, നമ്മുടെ പാലക്കാടൻ ശൈലിയിൽ, പാലക്കാടൻ രൂപത്തിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള പണ്ടുകാലം മുതലേ ഉള്ള ഒരു പൊറാട്ട് നാടകം, ആ പൊറാട്ട് നാടകത്തിന് ഫോക്ക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള ചില്ലഞ്ചേരിയിലെ ശ്രീ എ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കലാകാരനും ഇവിടുന്ന് ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം
ഇവിടെ നീറ്റ് പരീക്ഷയിൽ, അതായത് MBBS നീറ്റ് പരീക്ഷയിൽ കേരള സംസ്ഥാനത്ത് തന്നെ 2ാം റാങ്ക് നേടിയ ഒരു കുഞ്ഞ് അനിയത്തി, അയിലൂർ പഞ്ചായത്തിലെ ലുലു പറയുന്ന ഒരു കുട്ടി, അവരെയും വിളിച്ച് നമ്മളൊന്ന് ആദരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഉള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ മണിത്താമര ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഹാർദവപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ്. സന്തോഷമുണ്ട്, ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്നെ അയിലൂർ ദേവീക്ഷേത്രത്തിൽ തന്നെ നമുക്കൊരു സ്വീകരണം തരികയും, അയിലൂരിൽ ആ ശ്രീ കുറുമ്പ ദേവീക്ഷേത്രത്തിൽ, അതായത് നമ്മൾ ഒറ്റപ്പാലത്തൊരു പ്രോഗ്രാമിന് പോയിട്ടാണ് ഞാൻ മുരളി സാറുമായിട്ട് അടുക്കുന്നത്. അദ്ദേഹം ഇവിടെയുള്ള ആളാണ്. കണ്ണിയാർ കളിയിലൊക്കെ നല്ല സ്കോപ്പാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഒറ്റപ്പാലത്തുള്ള എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ് മുരളി സാറ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ഒരാളാണ് മുരളി സാറ്. അതുമാത്രമല്ല, കോമഡി ഉത്സവത്തിന് ഞാൻ ഇറങ്ങിയ ശേഷം, അതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് കോമഡി ഉത്സവത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു സ്വീകരണം കിട്ടിയത് അവിടെയാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഈ ഭഗവതിയെക്കുറിച്ച് പാടിയിട്ട് മക്കളെ കൊണ്ട് പാടിക്കണമെന്നുണ്ട്, പാടിയിട്ട് ആ ഒരു പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് 3 വർഷം വരെ കാത്തിരുന്ന ഒരു സംഗീതമൊക്കെ പഠിച്ചിട്ട് അതിലേക്ക് ചെന്നിട്ട്, പഠിച്ചിട്ട് എന്നല്ല, പഠിച്ച് സംഗീതം അത്രയും പഠിച്ച് കഴിയില്ല, പക്ഷേ എന്നാലും ഞാൻ അതിലേക്ക് ചേർത്ത് വിട്ടു അവരിനെ. അപ്പോൾ അതിന് ശേഷമാണ് അവർ അത് എങ്ങനെയാണ് എന്ന് നോക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയ നല്ലൊരു അംഗീകാരവും ഒക്കെ. ഒരു കലാകാരൻ എന്ത് കിട്ടണം അത് അവിടെ നിന്നൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ മുരളി സാർ പറയുന്ന ചില കാര്യങ്ങളും കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മുരളി സാറിൻ്റെ ഒരു എന്താ എന്ന് പറയാൻ നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ആത്മധർമ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുഖ്യ രക്ഷാധികാരിയാണ്. ഇന്ന് നമ്മുടെ ചാച്ചാജി നെഹ്റുജിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് ശിശുദിനം, അതുപോലെ തന്നെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, സാമൂഹ്യ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുന്നതിനും വേണ്ടി ചില നുറുങ്ങു പരിപാടികൾ ആത്മധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ശ്രീ നാരായൺജിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിൻ്റെ മുഖ്യ വിശിഷ്ട നമ്മളുടെ വ്യക്തി ഇന്ന് ഇവിടെ നാം ക്ഷണിച്ചിരിക്കുന്നത് ശ്രീ മണിത്താമരയാണ്. മണിത്താമര അയിലൂർ ഗ്രാമത്തിന് അന്യനല്ല. കാരണം മണിത്താമര ആദ്യമായി കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റപ്പാലത്തൊരു പരിപാടിയിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ നാട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഊഷ്മളമായിട്ട് അദ്ദേഹത്തെ അടുത്ത കൃഷ്ണാർപ്പണം പരിപാടിയിൽ ക്ഷണിക്കുകയും, മണിത്താമര പറഞ്ഞത് ആദ്യമായി എനിക്കൊരു പൊന്നാട കിട്ടിയത് ഈ തിരുമുറ്റത്ത് വെച്ചിട്ടാണ്. ഈ ഭഗവതിയുടെ, നാദരൂപിണിയായ ഭഗവതിയുടെ ആശീർവാദം എനിക്ക് ആദ്യമായി എൻ്റെ കഴിവിൽ ഒരു അംഗീകാരം കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത്, മണിത്താമര, താങ്കൾ ഒന്നും ഓർക്കുക, സൂര്യനെ ഒരിക്കലും ആർക്കും ചേർന്ന് മറന്നുകൊണ്ട് മറയ്ക്കാൻ കഴിയില്ല. കഴിവുള്ള കലാകാരന്മാർ എന്നും ഉന്നതിയിൽ വരും. താൻ അനുഗ്രഹീയ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചാനലും വളരെ ഗംഭീരമായി ഗ്രാമീണ ലാളിത്യത്തിൻ്റെ സൗന്ദര്യത്തോടുകൂടെ, പാലക്കാടൻ കാറ്റിൻ്റെ ശക്തിയോടുകൂടെ, പാലക്കാടൻ പനയുടെ ആ ഒരു എടുപ്പോടുകൂടെ, എന്തിനേറെ പാലക്കാടൻ സംഗീതവും സാഹിത്യവും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് MP വാസുദേവൻ നായരെയും OV വിജയനെയും, അതുപോലെ തന്നെ പാലക്കാടിലെ നമ്മളെ ചെമ്പൈ സ്വാമികളെയൊന്നും മറക്കാൻ കഴിയില്ല. ഇന്ന് ചെമ്പൈ സ്വാമികളുടെ അവാർഡ് നമ്മളുടെ കൃഷ്ണാർപ്പണം സംഗീത സഭയുടെ രക്ഷാധികാരിയായ മണ്ണൂർ രാജകുമാരൻ സാർക്ക് ഇന്ന് ലഭിച്ചു എന്ന വാർത്ത ഞാൻ രാവിലെ അറിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, അങ്ങനെ വലിയൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട്. 5 പവൻ പതക്കവും 50,000 രൂപയുടെയും ഏറ്റവും വലിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഓസ്കാറാണ് ചെമ്പൈ സ്വാമിയുടെ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത്. അവരെല്ലാം ഈ ഗ്രാമവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന വലിയ വലിയ കലാകാരന്മാരാണ്. ഇന്നിപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന അയിലൂർ ഗ്രാമത്തിൻ്റെ മണ്ണിൽ വെച്ചാണ്. ഒരുപക്ഷെ 25 വർഷത്തോളം ഈ ഗ്രാമത്തിൽ നിന്നും പറിച്ച് നടപ്പെട്ട ഒരാളാണെങ്കിൽ പിന്നീട് ഞാൻ തിരിച്ചു വന്ന് ഇന്ന് മണിത്താമര അവിചാരിതമായി നമുക്കൊരു ഇൻ്റർവ്യൂ തരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കലാകാരന്മാരെ ഒന്നിക്കുക എന്നുള്ള ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭാഗമായി ഇപ്പോഴും ഞാൻ നിൽക്കുന്നു എന്നത് സന്തോഷമാണ്. മണിത്താമര എന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനാണ്, എല്ലാമാണ്. അദ്ദേഹം വലിയൊരു കലാകാരനായി വളരും എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ കൊറോണ എന്ന അദൃശ്യ വൈറസ് നമ്മളുടെ ഇടയിൽ നമ്മളുടെ മുഖം പാതി മറച്ചു കെട്ടി നമ്മളെ നയിക്കുമെങ്കിലും ഈ മാസ്കുകളെല്ലാം നാം വലിച്ചെറിഞ്ഞ് ഗ്രാമത്തിലെ കുടക്കീഴിൽ നാം ഒരുമിച്ച് മുന്നേറും. കൃഷ്ണാർപ്പണ സംഗീത സഭയുടെ അരങ്ങളിൽ മണിത്താമരയും അതുപോലെ പാലക്കാടിലെ എല്ലാ കലാകാരന്മാരും
ഇവിടെ വന്ന് അരങ്ങ് തകർക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അയിലൂരിലെ മണ്ണിൻ്റെ മണമുള്ള കണ്യാർകളി ശീലുക്കളുടെ വലിയൊരു ആശാനായ മണിയാശാന്റെ ശിഷ്യൻ ഒരു പിന്നണി ഗായകനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തെ കൂടെ ഇന്ന് ആദരിക്കുന്നത് ശ്രീ പ്രഭുകുമാർ. വാസന്തി എന്ന സിനിമയിൽ പ്രത്യേക പുരസ്കാരം ലഭിച്ച ആ സിനിമയുടെ ഒരു ഭാഗം അയിലൂരിൽ നിന്ന് ഉണ്ട് എന്നെങ്കിലും നമുക്ക് അഭിമാനമാണ്. അതിലെ നായിക അയിലൂരിലെ കുട്ടിയാണെന്നുള്ളത് പലരും അയിലൂരുകാർക്ക് പോലും അറിയില്ല. ആ വാസന്തിയിലെ നായിക നമ്മുടെ പ്രിയപ്പെട്ട ആറ്റുപറത്ത് വിജയേട്ടൻ്റെ മോളാണ്. അത്രയും കലാ പൈതൃകമുള്ള ഈ ഗ്രാമത്തെ ഇന്ന് ഈ ചാച്ചാജിയുടെ ഈ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും എത്തിയിരിക്കുകയാണ്. മണിത്താമരയൊപ്പം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിലും സാമീപ്യം കിട്ടുന്നതിലും ഞങ്ങൾക്ക് ഊർജ്ജമാണ്. എന്നും എന്നും ഞങ്ങൾക്ക് അദ്ദേഹം അനുഗ്രഹീയ കലാകാരനായിരിക്കുന്നു മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വൈകരുത്, ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. മണ്ണും മരങ്ങളും തേനിക്കും നേരം കാടും മരങ്ങളും വാരിപ്പുണരും. അപ്പോൾ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്കൊക്കെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് വാസന്തി എന്നുള്ളൊരു സിനിമ. ആ സിനിമയെപ്പറ്റി ഞാൻ ഒന്നാമത്തത് കലയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ളത് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് അതിലൊരുപാട് നടന്മാരനൊക്കെ തിരഞ്ഞെടുത്തു. പക്ഷെ അതിൽ മികച്ചൊരു സിനിമ നമുക്ക് വന്നു, വാസന്തി എന്നാണ് സിനിമ. ആ സിനിമയിൽ കണ്യാർകളി പാട്ട് പാടാൻ സാധിച്ച എൻ്റെ ബെസ്റ്റ് സുഹൃത്തും നല്ലൊരു ഗായകനും നാടൻ പാട്ട് കലാകാരനും നാടൻ പ്രോഗ്രാമിന് ആധികാരികമായിട്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് ആധികാരികമായിട്ട് പഠിക്കുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, പ്രഭുകുമാറാണ്. പ്രഭുകുമാർ ഞങ്ങൾ ഇതിന് മുമ്പ് തന്നെ പ്രഭുവും ഞാനുമായിട്ട് നല്ല ലിങ്കാണ്, നന്നായിട്ട് അറിയാം. ഞാനിന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രഭുകുമാർ എത്രമാത്രം ഇതിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞ്, താമരേട്ടാ ആളെപ്പോഴും നല്ലൊരു എന്താ പറയുക, ആൾ പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ കണ്ടു പഠിക്കണം എന്നുള്ളതാണ്. അതാണ് ഒരാളും ചെറുതല്ലാന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള വാക്ക്. നമ്മൾ കുറേ പൈസ ഉണ്ടായിരുന്നിട്ടോ അല്ലെങ്കിൽ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും നമുക്ക് വ്യക്തിത്വം കിട്ടില്ല. നമുക്ക് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ആ ദൈവ സൃഷ്ടിയിൽ കുറേ ഓരോരുത്തരെ കണ്ട് നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളാണത്. അത് നമ്മളത് തിരിച്ചറിയണം. എപ്പോഴും പൈസ എത്ര വേണമെങ്കിലും ആരുടെ കയ്യിലും ഇവിടെ പൈസ അപ്പുറമുള്ള ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉള്ള, അവരൊന്നും അങ്ങനെ കാണുന്ന ആൾക്കാരല്ല. ഒരു കലാ സൃഷ്ടി എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതുമല്ല. നമുക്ക് പൈസ എന്തെങ്കിലുമൊക്കെ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൈസ ഇല്ലായ്മ നമ്മൾ ചിലപ്പോൾ കടം ചോദിക്കേണ്ടി വരും ഒരാളുടെ അടുത്ത്. അതൊക്കെ അവരവരുടെ വ്യക്തിപരവും ധാർമ്മികമായ കാര്യങ്ങളാണ്. പക്ഷേ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കലയെ വാങ്ങിക്കാനോ വിൽക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് എപ്പോഴും ഉണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് അങ്ങനെ പറയാറുണ്ട്, സത്യസന്ധമായ വാക്കാണ്. അപ്പോൾ പ്രഭുകുമാറിനെ, വാസന്തി എന്ന സിനിമയിൽ പാടിയ പ്രഭുകുമാറിനെ നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നാടും നാട്ടുവഴികൾ എന്നുള്ള ഒരു പ്രോഗ്രാമിൽ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെയൊക്കെ അഭിമാനമാണ് വാസന്തി എന്ന സിനിമ. അത് എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ, നമുക്കൊന്നും പറയാനില്ല, അത്ര മനോഹരമായിട്ടൊരു സൃഷ്ടിയാണ് ആ സിനിമ കാണാൻ പറ്റും. അതിൽ പാടിയ എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹം നാടൻ പാട്ടിൻ്റെയും കണ്യാറുകളുടെയൊക്കെ ഒരു പദം അതിൽ വളരെ നന്നായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ പാറക്കാട്ടുകാർക്കൊക്കെ അഭിമാനമാണ് പ്രഭുകുമാറുമായിട്ട് രണ്ട് ശബ്ദം. നമസ്കാരം പ്രഭുകുമാർ. എന്തായാലും നമുക്കൊക്കെ എല്ലാവർക്കും അഭിമാനമാണ് ഈ ഒരു സമരം. ഇപ്പോൾ ഞാൻ പലവട്ടം ശ്രദ്ധിച്ച് ഈ പാട്ട് ആരാണ് പാടിയേക്കുന്നതാണ് ശരിക്കും അതിൻ്റെ ക്ലിപ്പിൻസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത്. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു അഭിമാനം തോന്നുന്നു നമുക്കിന്ന്. കാരണം എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? നമ്മൾ കോമഡി ഉത്സവം, ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ കന്യാറുകളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോമഡി ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിലും കന്യാറുകളി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കോമഡി ഉത്സവത്തിന് വലിയൊരു ഹായ്. അല്ല, അങ്ങനെ ഒന്ന് രണ്ട് വേദികൾ, അതുപോലെ നമ്മുടെ മണിയാശാന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കന്യാറുകളി അവതരിപ്പിക്കാൻ വളരെയധികം അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് മുഖേന നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ, തൃശ്ശൂരിലുള്ള സ്കൂൾ ഓഫ് ഡ്രാമയിൽ സുമേഷ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അവരോടാണ് ആദ്യം ഇത് എങ്ങനെയാണ് എവിടെയാണ് എന്തൊക്കെയാണ് അന്വേഷിച്ചത്. അങ്ങനെ മണിയാശാനിലെത്തുകയും അങ്ങനെ ഞങ്ങൾ പോയി പാടുകയും. ദൈവത്തിന്റെ വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറയണം. ഞാൻ കോമഡി ഉത്സവത്തിൽ പോകുന്നതിന്റെ മുമ്പുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടോ എനിക്ക് എങ്ങും അറിയപ്പെടാൻ, നമ്മളെ തിരിച്ചറിയാ, അല്ലെ, നമ്മളെ തിരിച്ചറിയാന്നുള്ളതാണ് ഒരു കലയിൽ, അല്ലെ. അത് കിട്ടിയപ്പോ സന്തോഷമല്ലോ. അപ്പൊ എന്തായാലും
അപ്പോൾ എന്തായാലും ഒരുപാട് വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ വൈഫ്, കുട്ടികൾ. അവരെന്ത് ചെയ്യണം? വർക്ക് ചെയ്യുന്നുണ്ട്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, അമ്മ തന്നെയാണ് ഹൗസ് വൈഫാണ്. വീട്ടിൽ തന്നെ. ഇതല്ലാത്തപ്പോൾ എന്താ പരിപാടി? ഇത് പാട്ട് കാര്യങ്ങൾ? ഞാനൊരു മാർക്കറ്റിംഗ് ഇവിടെ തന്നെയാണ് നമ്മളെ എറണാകുളത്താണ് വീട്. ശരിക്കും നമ്മുടെ അയലൂർ ഭഗവതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ എപ്പോഴും ഞാൻ എന്നെ കാണുമ്പോൾ നമ്മളില്ലേ ഇതിൽ വരാത്ത മുമ്പ് എന്നെ അതേ ആൾ തന്നെയാണ് ഇന്ന്. അതാണ് ഈ കലാകാരന്മാർക്കുള്ളൊരു ഗുണം. ദൈവത്തിന്റെ ഒരു പ്രത്യേക ഒരു ഇതാണ്, ഞാനത് പറയാനില്ല. എന്തായാലും എനിക്ക് നമുക്ക് നമ്മുടെ മണിത്താമര ഫോക്ക് മ്യൂസിക്കൽ എന്ന ചാനലിൽ പ്രഭുവിനെ കിട്ടിയതിന് ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. എപ്പോഴും പറയും സാമിസേരൻ കാരണം എന്നറിയോ, അതാണ് ഒരു മനുഷ്യന്റെ എന്താ പറയാനില്ല. അതിൻ്റെ ഒക്കെ നിങ്ങളുടെ ദൈവ ചിന്തയും നിങ്ങളുടെ നന്മ പ്രവർത്തനമാണ് അച്ഛനമ്മൻ്റെ ഏറ്റവും വലിയൊരു ആയം വയറ്റിൽ പിറന്നതിന് ആദ്യം ഭഗവതിയോട് നന്ദി, ദൈവത്തോട്, അച്ഛനമ്മനോടൊക്കെ നമ്മൾ അത്രയും ഇത് പറയണം. കാരണം എന്തറിയോ, ആ സൃഷ്ടിയാണ് ഈ ഭൂമി ദൃശ്യം നമ്മളെ കാണിപ്പിച്ചത്, അവരാണ്. മണിച്ചേട്ടൻ്റെ ഈ ഒരു ചാനലിൽ എനിക്ക് ഒരു 2 വാക്ക് സംസാരിക്കാനൊരു അവസരം തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. കന്യാർകളിലെ ഒരു 2 വരി പാട്ട് കൂടെ ഞാനതിൽ ചേർക്കുകയാണ്. തൃശ്ശൂർ പൂരം കണ്ടിട്ടുള്ള മഹിമ എടുത്തു പാടുന്നുണ്ട് ഈണമായ പുതുമ. അടുത്തു ചെന്നിട്ടങ്ങിനെ നോക്കുന്നൊരു സമയം അടച്ചു വയ്ക്കുന്നുണ്ട് അനവധി കഥന. ആകാശവെടികളും പൊട്ടിയങ്ങു ചിന്നി ആനമേലിരുന്ന ചില ആളുകൾക്കു തട്ടി. മാലയിട്ട ബ്രാഹ്മണരു മാനമുകളേറി താനമയിൽ മംഗമാരും താലവുമേടുത്ത്. തൃശ്ശൂർ പൂരം കണ്ടിട്ടുള്ള മഹിമ എടുത്തു പാടുന്നുണ്ട് ഈണമായ പുതുമ. വളരെയധികം നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ കാക്കക്കറുമ്പി എന്ന പുതിയ നമ്മുടെ ആൽബത്തിൻ്റെ വർക്കുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിറാട്ടനും അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു പറഞ്ഞ കാര്യമുണ്ട്, താമര ഞാനും മറ്റേ താമരയും കൂടെ നമുക്ക് ഒന്നിച്ച് കുറച്ച് പാട്ടുകൾ ചെയ്യണം. എൻ്റെ കയ്യിൽ കുറേ പാട്ടുകളുണ്ട്, താമര പാടണം. ആയിക്കോട്ടെ ഏട്ടാ, വളരെ സന്തോഷം. അതാണ് ദൈവം എന്ന് പറയുന്ന ആൾ ചെറുതല്ല. നമ്മൾ എന്തിനെയാണ് കൂടുതൽ ആശിക്കുന്നു, എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, സത്യസന്ധമായിട്ട് എന്താണോ അത് നമുക്ക് ദൈവം തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും കിഷോറേട്ടന് വലിയൊരു താങ്ക്സ് പറയണം. നമ്മൾ തമ്മിൽ പറയണ്ട, എന്നാലും പറയാണ്, വലിയൊരു താങ്ക്സ് പറയുകയാണ്. ഞാൻ ശരിക്കും കണ്ടു പഠിച്ചൊരു വ്യക്തിത്വമാണ്. എന്നെ എത്ര വേണമെങ്കിലും കോൾ ചെയ്യും, അദ്ദേഹം വിളിക്കും. ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഒരു പരിഭവമില്ല. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കും, ആളെടുത്തില്ലെങ്കിലും എനിക്കും പരിഭവമില്ല. കാരണം നമ്മുടെയൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക, പെരുമാറുക എന്നുള്ളതാണ് ഞാൻ കണ്ടുപഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കും അങ്ങനെ തോന്നണ്ട. ചിലപ്പോൾ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസി ആയിരിക്കും, അതല്ലെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ച് വിളിച്ചിരിക്കും. ഇത് ഒരാൾക്ക് വേണ്ടിയല്ല, എല്ലാവരോടും പറയുന്നതാണ്. അപ്പോൾ മണിത്താമര ഫോക്ക് മ്യൂസിക്കൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. സൈനിങ് ഓഫ്.